നല്ലൊരു നിക്ഷേപ മേഖലയായിരുന്നു റിയൽ എസ്റ്റേറ്റ്. പലരും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിൽഡിങ്ങുകൾ പണിയുന്നു, റീസെയിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിച്ച് അങ്ങനെ തന്നെ ചെയ്യുന്നു. കുറേ നാൾ വിൽക്കുന്നു, നല്ലൊരു എമൗണ്ട് കിട്ടുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന കൺസെപ്റ്റിൽ നമുക്കതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, മെയിൻ്റനൻസ് ഫീ ഇല്ല, ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് അടയ്ക്കേണ്ട, സൂട്ടബിളായ വാടകക്കാരെ പോലും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. വിറ്റാൽ മാത്രമല്ല, അല്ലാതെ തന്നെ നമുക്കതിൻ്റെ പൈസ കിട്ടിയും 10,000 രൂപ മാസം ലഭിക്കണമെങ്കിൽ ഇന്ന് അടച്ച് ഈ 2026 അടച്ച് 2026 തന്നെ 10,000 രൂപ മാസം ലഭിക്കണമെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ട് ആവുന്നു 19,60,000 രൂപ. നമുക്ക് ഉടനെ തന്നെ തുടങ്ങേണ്ട, 2026 അടച്ചു 2027 സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ട് കുറഞ്ഞു കിട്ടുന്നു. അതാണ് 18,30,000 രൂപ. നമുക്ക് 2028 മതി ഇൻകം കിട്ടി തുടങ്ങണമെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് വീണ്ടും കുറയുന്നു, 16,70,000 മതി. നമുക്കൊരു 3 വർഷം കഴിഞ്ഞ് മതി, 2029 മുതൽ നമുക്ക് വാടക കിട്ടി തുടങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ടത് വീണ്ടും കുറയുന്നു, 15,40,000 മാത്രമാണ്. നമുക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് മതി നമ്മുടെ വാടക കിട്ടുന്ന ഇൻകം മതിയെങ്കിൽ അടയ്ക്കാൻ വേണ്ട എമൗണ്ട് 13,60,000 മതി. ഇന്ന് ഉടനെ കിട്ടണമെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ട് 19,60,000 ആണെങ്കിൽ 5 വർഷം ഇതേ എമൗണ്ട് നമുക്ക് റെൻറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ട് ഒറ്റത്തവണ അടയ്ക്കാൻ വേണ്ട എമൗണ്ട് 13,60,000 മാത്രമാണ്. അതായത് 30% അടയ്ക്കേണ്ട എമൗണ്ട് കുറയുന്നു. ഇതിൽ 2 സിനാരിയോ ഉണ്ട്. നമുക്ക് ഒരു 5 വർഷത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്തു, നമുക്ക് ഉടനെ തന്നെ പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ 4ാമത്തെ മാസം നമ്മൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ലോൺ ഫെസിലിറ്റി എമർജൻസി ഫണ്ടായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 5 വർഷം വരെ കാത്തിരിക്കേണ്ട, അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 4ാമത്തെ വർഷം അല്ല 5ാമത്തെ വർഷം ആകുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6% പലിശയിൽ നമുക്കത് പൂർണ്ണമായിട്ടും വിഡ്രോ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. ഇങ്ങനത്തെ വളരെ നല്ലൊരു കൺസെപ്റ്റാണ്. കോടികളാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്